ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂസിൽ ക്ലിഫ്റ്റൺ എഴുതിയിട്ടുള്ള വോണ്ട് യു സെലിബ്രേറ്റ് മീ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. 1936 ക്ലിഫ്റ്റൺ ജനിക്കുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റാണ്, അതുപോലെ തന്നെ എഡ്യൂക്കേറ്ററും ആണ്. 2010 അവർക്ക് റോബർട്ട് ഫ്രോസ്റ്റ് മെഡല് ലഭിച്ചിട്ടുണ്ട്. 1979 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിൽ മേരിലാൻഡിന്റെ പോയറ്റ് ലൊറേറ്റ് ആയിരുന്നു ക്ലിഫ്റ്റൺ. അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടു ഹെഡഡ് വുമൺ, ദ ബുക്ക് ഓഫ് ലൈറ്റ്, അതുപോലെ തന്നെ ഗുഡ് വിമൻ പോയം ആൻഡ് എ മെമ്മോയ, നെക്സ്റ്റ് ന്യൂ പോയംസ് എക്സെട്ര. 2010 ക്ലിഫ്റ്റൺ മരണപ്പെടുന്നത്. ഇനി നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു പോയം ഒരു മോഡേൺ സോണറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പോയം കാണുമ്പോൾ തന്നെ ഇതിൽ 14 ലൈൻസ് ആണുള്ളത്. 14 ലൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സോണറ്റ് ആണ് അല്ലേ? പക്ഷേ ഈ ഒരു പോയം ഒരു മോഡേൺ സോണറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിലൊരു ട്രഡീഷണൽ സോണറ്റ് ഫോളോ ചെയ്യേണ്ട സ്ട്രക്ചേഴ്സ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതിന് ഫിറ്റായിട്ട് കാണുന്നില്ല. ഈ ഒരു പോയത്തിലൂടെ പോകുന്ന സമയത്ത് റൈറ്ററിന്റെ ഒരു ലൈഫ് ജേർണി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പോയത്തിന്റെ തുടക്കത്തിൽ തന്നെ റൈറ്റർ നമ്മളോട് പറയുന്നത് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ളതാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ജീവിതം, അതായത് എ കൈൻഡ് ഓഫ് ലൈഫ് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു എ കൈൻഡ് ഓഫ് ലൈഫ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫുള്ള് ഹാപ്പിയും അല്ലെങ്കിൽ ഫുള്ള് സാഡും അല്ല എന്നുള്ള തരത്തിലായിരിക്കാം. ഒരുപാട് കാര്യങ്ങളിൽ കൂടി കടന്നു വന്ന് ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്ത് വന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഫോളോ ചെയ്യാൻ മാത്രം ഒരു മോഡൽസോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്ന ആ ഒരു ലൈഫ്, അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ കൂടില്ലേ അല്ലെങ്കിൽ വരില്ലേ എന്നുള്ള നമ്മളോട് ചോദിക്കുകയാണ്. പിന്നീട് റൈറ്റർ ഇവിടെ പറയുന്നുണ്ട് ഞാനൊരു നോൺ വൈറ്റ് ആണ്, അതുപോലെ തന്നെ ഒരു സ്ത്രീയുമാണെന്ന് പറയുന്നുണ്ട്. അതായത് നോൺ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലാക്ക് ആണ് അല്ലേ? പക്ഷെ ബ്ലാക്ക് ആണെന്ന് എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് പറയുന്നില്ല. അതായത് ഞാൻ വൈറ്റ് അല്ല എന്നാണ് പറയുന്നത്, ഞാനൊരു നോൺ വൈറ്റ് ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സ്ത്രീയാണെന്നും പറയുന്നുണ്ട്. അതായത് ആ ഒരു സമയത്ത് ഒരു വൈറ്റ് അല്ലാത്ത ഒരാൾ, ബ്ലാക്ക് ആയിട്ടുള്ള ഒരാൾ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളും ഒരു സ്ത്രീ, അതേപോലെ ഒരു സ്ത്രീയും കൂടെ ആയിരുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ രണ്ട് തരത്തിലും ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാബിലോണിലാണ് ജനിച്ചത് എന്നും അവർ പറയുന്നുണ്ട്. ബാബിലോണ് നമ്മുടെ ബൈബിളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു നഗരമാണ്. പിന്നീട് അവർ പറയുന്നത് ഞാൻ സ്റ്റാർ ഷൈനിന്റെയും അതുപോലെ തന്നെ ക്ലേയുടെയും ഇടയിലായിട്ട് ആ ഒരു ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി എടുത്തതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റാർ ഷൈന് അതുപോലെ ക്ലേ എന്ന വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ സ്റ്റാർ ഷൈന് നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ഒരു യൂണിവേഴ്സിന്റെ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലേ എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ക്രിയേഷൻ ഓഫ് മാൻ ആണ് കാണിക്കുന്നത്. പിന്നീട് റൈറ്റർ പറയാണ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു കൈ കൊണ്ട് മറ്റേ കൈ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളോട് പറയാണെന്ത്, വരൂ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ചിട്ട് ആഘോഷിക്കാം, സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവരെ എല്ലാ ദിവസവും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് അവരെ തളർത്താനോ അവരുടെ ബുദ്ധിമുട്ടുകളോ അവർ തരണം ചെയ്തു വന്ന കാര്യങ്ങളെയോ ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, എല്ലാത്തിനെയും തരണം ചെയ്ത് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആ വിജയം അവർക്ക് ആഘോഷിക്കണമായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറയാണ് വരൂ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അവരുടെ ഈ ഒരു ലൈഫ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരുപാട് വെല്ലുവിളികളുടെയും അതുപോലെ തന്നെ വിവേചനങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്നാണ് അവരെന്ത് ചെയ്തത്, ജീവിക്കുന്നത്. അതിനിടയിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജേർണി ഒന്നും ആയിരിക്കില്ല ഒരിക്കലും അവർ ആ മെനഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ജേർണി എന്ന് പറയുന്നത്.
ഈ പോയത്തെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ പോലും, ബാബിലോൺ എന്നൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു പോയത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ മാർക്സും വളരെ കുറവാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.